മനുഷ്യന്റെ തലയിൽ കൊമ്പ് വളർന്നു എന്ന് കേട്ടാൽ തമാശ പറയുകയാണെന്നല്ല കരുതൂ. എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നു നമ്മുടെ ഇന്ത്യയിൽ. മധ്യപ്രദേശ് സ്വദേശിയായ ശ്യാംലാൽ യാദവ് എന്ന 74-കാരൻ്റെ തലയിലാണ് കൊമ്പ് വന്നത്. 2014 അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഒരു പരിക്കേറ്റു. മുറിവുകളിൽ സാധാരണ ചെയ്യാറുള്ള പോലെ നാടൻ മരുന്ന് പുരട്ടി അദ്ദേഹം മുറിവുണക്കി. പക്ഷേ ശ്യാംലാലിന്റെ ദുരന്തം ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ ഒരു മുഴ പൊങ്ങി. ആദ്യം അത് കാര്യമാക്കിയില്ല. നാളുകൾ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ തലയിലെ മുഴ മൃഗങ്ങളുടെ കൊമ്പ് പോലെ വളരാൻ തുടങ്ങി. അത് കൂടുതൽ ഉയരം വെച്ചു. ശല്യമായി തുടങ്ങിയപ്പോൾ ശ്യാംലാൽ കൊമ്പിന്റെ തലപ്പ് ബാർബറെ കൊണ്ട് മുറിപ്പിച്ചു കളഞ്ഞു. പക്ഷേ പിന്നെയും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കൊമ്പ് വീണ്ടും വളർന്നു വന്നു. നിക്കക്കള്ളിയില്ലാതെ 2020 ശ്യാംലാൽ ശസ്ത്രക്രിയാ വിദഗ്ധനെ കണ്ടു. വിദഗ്ധ പരിശോധനയിൽ ശ്യാംലാലിന്റെ തലയിൽ ഡെവിൾ ഹോൺ എന്ന് വിളിക്കുന്ന സെബാസിയസ് ഹോൺ എന്ന അത്യപൂർവ വളർച്ചയാണിതെന്ന് വ്യക്തമായി. മനുഷ്യന്റെ നഖത്തിലടങ്ങിയ കെരാറ്റിൻ തന്നെയായിരുന്നു ശ്യാംലാലിന്റെ തലയിൽ കൊമ്പായി പരിണമിച്ചത്. ഇത്തരം സെബാസിയസ് ഹോണുകൾക്ക് ശസ്ത്രക്രിയ, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി തുടങ്ങിയ ചികിത്സകൾ നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ വിജയകരമായി നടന്നു. ശസ്ത്രക്രിയയിലൂടെ 4 ഇഞ്ച് നീളമുള്ള സെബാസിയസ് ഹോണാണ് ശ്യാംലാലിന്റെ തലയിൽ നിന്നും നീക്കം ചെയ്തത്. തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയ സ്ഥലത്ത് തൊലി വെച്ച് പിടിപ്പിച്ചു. ഏതാണ്ട് 10 ദിവസത്തോളം ആശുപത്രിയിൽ താമസിച്ച് ശ്യാംലാൽ രോഗം ഭേദമായ ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചുപോയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം സെബാസിയസ് ഹോൺ ബയോപ്സിക്ക് വിധേയമാക്കിയെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കണ്ടെത്തിയില്ല. മനുഷ്യ ശരീരത്തിൽ മുടി, നഖം, ചർമ്മം എന്നിവയുടെ വളർച്ചയെ സഹായിക്കുന്ന പദാർത്ഥമാണ് കെരാറ്റിൻ. മൃഗങ്ങളുടെ കൊമ്പുകളിലും പക്ഷികളുടെ കൊക്ക്, തൂവൽ എന്നിവയിലും കെരാറ്റിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ നഖത്തിലും മുടിയിലുമായി ഉണ്ടെങ്കിലും അത്രയ്ക്ക് പ്രകടമല്ല. എന്നാൽ അത്യപൂർവമായി ചിലപ്പോൾ ശ്യാംലാലിന് സംഭവിച്ചതുപോലെ സംഭവിക്കാം. സൂര്യപ്രകാശമേൽക്കുന്ന തലയിലും തോളിലുമാണ് ഇത്തരത്തിൽ കൊമ്പ് പോലുള്ള അവയവങ്ങൾ മനുഷ്യരിൽ രൂപപ്പെടുന്നത്. ഇവ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാൻ കഴിയും.